ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക ഉപ്പേരി ഉണ്ടാക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. എൻ്റെ ഒരു ഫേവറേറ്റ് ചിപ്സാണ് ചക്ക ഉപ്പേരി. അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും ചക്കയുടെ സീസണിൽ കുറേ ചക്ക ഉപ്പേരി ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ അറിയാം എന്നെനിക്കറിയാം. അപ്പോൾ പുതിയ കുട്ടികൾ അല്ലെങ്കിൽ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതോണം ഡീറ്റെയിലായി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതോണം ചക്ക ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ചവണിയും കുരുവും കളഞ്ഞ് ലെങ്ത് വൈസിൽ ഇതോണം അരിഞ്ഞെടുക്കുക. ആദ്യം തന്നെ നമ്മൾ ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പല തവണകളായിട്ടാണല്ലോ വറുത്തെടുക്കുന്നത്. അപ്പോൾ വറുക്കാൻ ആവശ്യത്തിനുള്ള ചക്ക എടുത്തിട്ട് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് ഇളക്കി വയ്ക്കാം. ഇത് ഇളക്കി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വറുക്കാൻ ആവശ്യത്തിനുള്ള, ഞാനിത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രുചി കാണും. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പിട്ട് ഇളക്കി വെച്ചിരുന്ന ആ ചക്ക ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവണം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചക്ക ഉപ്പേരി എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത്. തീയെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ചക്ക ഉപ്പേരി എപ്പോഴും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചക്ക എണ്ണ കുടിക്കുമെന്നാണ് പറയുന്നത്. ഈ ചക്കയുടെ എല്ലാ സൈഡും നന്നായിട്ട് വറുത്ത് കിട്ടാനായിട്ട് ഇതോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചക്കയുടെ കളറെല്ലാം മാറി വന്ന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒച്ച എനിക്ക് കേൾക്കാം. അപ്പോൾ ഉപ്പേരി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉപ്പേരി നന്നായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡിയായി. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് എടുക്കാം. ഇതുവേണം തന്നെ ബാക്കിയുള്ള ഉപ്പേരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മുടെ പാറ്റിയോയിൽ വെച്ചാണ്. അവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ നല്ല സൺലൈറ്റാണ്. ഉച്ചയ്ക്ക് 12 മണിയായി. അതുകൊണ്ടാണ് സൂര്യൻ്റെ വെട്ടം ഇടയ്ക്കായി ചീഞ്ചട്ടിയിലേക്ക് അടിക്കുന്നത്. നമ്മുടെ ഈ ഉപ്പേരി റെഡിയായി. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം. ഞാൻ ഒരു ചക്ക ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രമാത്രം ഉപ്പേരി കിട്ടി. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ചക്ക ഉപ്പേരി നമ്മൾ വീട്ടിലുണ്ടാക്കി. നമ്മൾ കടകളിൽ നിന്നൊന്നും വാങ്ങി എത്രമാത്രം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്രഷ് എണ്ണയിൽ വറുത്ത ഉപ്പേരിയൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതോണം ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീട്ടിൽ 2-3 പേരുണ്ടെങ്കിൽ ചക്ക നമുക്ക് മുറിച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഇതോണം അരിഞ്ഞെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും.
ഇത് കണ്ടോ, നമ്മുടെ ഉപ്പേരി നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.